മകളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഓക്കെ, നമ്മൾ സൂപ്പർ നോട്ട്സ് ഓരോ ദിവസം കഴിയുന്തോറും റെവല്യൂഷണറി ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് പറയാം, പുതിയ 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 മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരികയാണ്. നമ്മുടെ മോട്ടോ തന്നെ ഇതാണ്, മാറ്റം അത് ഞങ്ങൾ സൃഷ്ടിക്കും. സോ നമ്മൾ NTPC ഗ്രൂപ്പ് ഡി എക്സാം നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഞാനിപ്പോൾ ഗ്രൂപ്പ് ഡി എടുക്കുകയാണ്. അവിടെ വെറും 20 മാർക്ക് മാത്രമേ ആർക്കുള്ളൂ, GK ടോപ്പിക്കുകൾക്കുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെ നമുക്ക് റിവിഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ NTPCക്ക് നമുക്ക് GK എങ്ങനെ നമുക്ക് റിവിഷൻ നടത്താൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് എന്തുകൊണ്ട് നമുക്ക് റിവിഷന് വേണ്ടി മൈക്രോ ടോപ്പിക്സ് ആഡ് ചെയ്തുകൂടാം. സോ മൈക്രോ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് പോലെ ഇതേപോലെയുള്ള നോട്ടുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ മൈക്രോ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഈ മൈക്രോ നോട്ട്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് GK ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും എന്ത് നടക്കും, റിവിഷൻ നടക്കും. നമ്മുടെ ബാച്ചുകളിൽ അടുത്ത് വരാൻ പോകുന്ന റെവല്യൂഷൻ ഏതാണ്, മൈക്രോ നോട്ട്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് 10 മൈക്രോ ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജോഗ്രഫിയിലെ 10 ഇമ്പോർട്ടന്റ് ആയ മൈക്രോ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മാർക്ക് പോലും നമ്മുടെ കുട്ടികൾക്ക് പോകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ദിവസവും നമ്മൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. മനുഷ്യ സാധ്യമായതെല്ലാം നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. ഇതാണ് സൂപ്പർ നോട്ട്സിന്റെ മോട്ടോ. അഭിമാനമുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് കുഞ്ഞു ടോപ്പിക്കുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നാഷണൽ പാർക്കുകളുടെയും ടൈഗർ റിസർവിന്റെ ഒക്കെ എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ചോടാം. സ്റ്റാർട്ട് ചെയ്യാം. 1, ഇന്ത്യയിലാകെ എത്ര നാഷണൽ പാർക്കുകളാണ് ആകെ ഉള്ളത്? ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകളുണ്ട്. ഇന്ത്യയിലാകെ എത്ര നാഷണൽ പാർക്കുകളുണ്ട്? ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകളാണ് ആകെ ഉള്ളത്. 106 നാഷണൽ പാർക്കുകൾ. അത് കഴിഞ്ഞ 57 ടൈഗർ റിസർവുകൾ. എത്ര ടൈഗർ റിസർവുകളുണ്ട്? 57 ടൈഗർ റിസർവുകൾ. ദെൻ 33 എലഫന്റ് റിസർവുകൾ. 33 എലഫന്റ് റിസർവുകൾ. 573 വന്യജീവി സങ്കേതങ്ങൾ. എത്ര വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്? 573 വന്യജീവി സങ്കേതങ്ങളുണ്ട്. 18 ബയോസ്ഫിയർ റിസർവുകൾ. 18 ബയോസ്ഫിയർ റിസർവുകൾ. ദെൻ 220 കമ്മ്യൂണിറ്റി റിസർവുകൾ. 220 കമ്മ്യൂണിറ്റി റിസർവുകൾ. 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് വെച്ചാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ പ്രവൃത്തി മൂലം ആ പ്രദേശത്തിന്റെ സ്വാഭാവികമായുള്ള ആവാസ വ്യവസ്ഥയുടെ 70% നശിച്ചിരിക്കണം. മാത്രമല്ല അവിടെ ഒരു ഹോട്ട്സ്പോട്ട് ആയിരിക്കണം. ആ പ്രദേശത്തിന് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ ആ ചുറ്റുപാടിനെ ആകെ ബാധിക്കുന്ന ഒരു ജൈവ വൈവിധ്യ മേഖല ആയിരിക്കണം ആ പ്രദേശം. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തെ ഹോട്ട്സ്പോട്ട് ആയിട്ട്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് വെസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ്. രണ്ടാമത്തേത് ഹിമാലയമാണ്. മൂന്നാമത്തേത് ഇൻഡോ ബർമ റീജൻ. നാലാമത്തേത് സുന്ദർലാൻഡ്സ് ആണ്. സുന്ദർലാൻഡ്സ്. അങ്ങനെ ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ക്ലിയർ അല്ലേ? നമ്പേഴ്സ് മനസ്സിൽ വെച്ചോ. 106 നാഷണൽ പാർക്കുകൾ, 57 ടൈഗർ റിസർവുകൾ. ഉടൻ തന്നെ അത് 58 മാറും. പക്ഷേ ഇപ്പോ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ സൈഡിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ 57 തന്നെ പറയുന്നത്. സോ ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകൾ, 57 ടൈഗർ റിസർവുകൾ, ദെൻ 33 എലഫന്റ് റിസർവുകൾ, 573 വന്യജീവി സങ്കേതങ്ങൾ, 18 ബയോസ്ഫിയർ റിസർവുകൾ, ദെൻ അത് കഴിഞ്ഞ 220 കമ്മ്യൂണിറ്റി റിസർവുകൾ, 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. സെറ്റ് ആണ്. അടുത്തതിലേക്ക് നമുക്ക് പോവാം. പ്രോജക്ട് ടൈഗർ. രണ്ടാമത്തെ ടോപ്പിക്കാണ് പ്രോജക്ട് ടൈഗർ. ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്, പ്രോജക്ട് ടൈഗർ പദ്ധതി 1973 ആരംഭിച്ചത്. സോ പ്രോജക്ട് ടൈഗർ എന്ന് ആരംഭിച്ചു? 1973 ആരംഭിച്ചു. എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിൽ ആദ്യം നാഷണൽ പാർക്കായ ജിം കോർബറ്റിലാണ് പ്രോജക്ട് ടൈഗർ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 1972 ബംഗാൾ ടൈഗറിനെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. വർഷം 1972. ദെൻ ഇന്ത്യയിൽ ബംഗാൾ ടൈഗേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആണ്. ഇന്ത്യയിൽ ബംഗാൾ കടുവകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രമാണ് മനാസ്, ആസാം. ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് മനാസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വനമഹോത്സവം. സോ എന്താ വനമഹോത്സവം എന്ന് വെച്ചാൽ? വനമഹോത്സവം ഇത്രയേ ഉള്ളൂ. എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ആഴ്ച നടത്തുന്ന ഒരു വാർഷിക മരം നടീൽ പദ്ധതിയാണ് വനമഹോത്സവം. ഇറ്റ്സ് ആൻ ആനുവൽ ട്രീ പ്ലാന്റിംഗ് പ്രോഗ്രാം കണ്ടക്ടഡ് ഇൻ എവറി ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ. 1950 KM മുൻഷിയാണ് വനമഹോത്സവം എന്ത് ചെയ്തത്, ആരംഭിച്ചത്. ദെൻ വനമഹോത്സവം ആദ്യമായിട്ട് ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് ആണ്. വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത് ജൂലൈയിലെ ആദ്യ ആഴ്ചയാണ് വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് നമുക്കൊന്ന് നോക്കാം.
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം. ഓരോ ഹിൽ സ്റ്റേഷൻസും എവിടെ സ്ഥിതി ചെയ്യുന്നു. ഫസ്റ്റ് ഒന്ന് മുസൂറിയാണ്. മുസൂറി ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുസൂറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. പഹൽഗാം എവിടെ? ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഗുൽമാർഗ് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. റാണിഘട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. റാണിഘട്ട് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. അൽമോറ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അൽമോറ ഉത്തരാഖണ്ഡ്. നൈനിറ്റോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ലേക്ക് ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന ആരാണ്? നൈനിറ്റോൾ ആണ്. നൈനിറ്റോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഡൽഹൌസി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഡൽഹൌസി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഡൽഹൌസി ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഷിംല സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഷിംല ഹിമാചൽ പ്രദേശിലാണ്. സോനാമാർഗ് അല്ലെങ്കിൽ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ലാഹുൽ ആൻഡ് സ്പിതി വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ലാഹുൽ ആൻഡ് സ്പിതി വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ചമ്പ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഖജ്ജാർ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ചമ്പ ഖജ്ജാർ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അത് കഴിഞ്ഞ് കുളു മണാലി ധർമ്മശാല സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. തവാങ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. തവാങ് എവിടെ സ്ഥിതി ചെയ്യുന്നു? അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെയാണ്. ഇത്രയുമാണ് ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെന്ന് ഞാൻ പറയുന്നില്ല, ഹിമാചൽ റേഞ്ചിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹിമാചൽ റേഞ്ചിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നോക്കിയായിരുന്നു. അടുത്ത് നോക്കാം സാംബാറിലേക്ക്. ഒരുപാട് തവണ റെയിൽവേക്കും SSCക്കും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സാംബാർ. സാംബാറിന്റെ പ്രത്യേകത, സാംബാർ ഈസ് ദ മോസ്റ്റ് സോൾട്ടി ലേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും അധികം ലവണത്വമുള്ള തടാകം ഏതാ? സാംബാറാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ലവണത്വമുള്ള തടാകമാണ് സാംബാർ. സാംബാർ ഈസ് ദ മോസ്റ്റ് സോൾട്ടി ലേക്ക് ഇൻ ഇന്ത്യ. രാജസ്ഥാനിലെ താർ ഡെസേർട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഡെസേർട്ട് റീജിയനിലൂടെ ഒഴുകുന്ന ഒരുപാട് നദികൾ സാംബാറിൽ വന്ന് മെർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സോൾട്ടിന്റെ പ്രസൻസ് മൊത്തം ക്യുമുലേറ്റ് ചെയ്യുന്ന എവിടെയാണ്? സാംബാറിലാണ്. സോ സാംബാർ ഈസ് ദ മോസ്റ്റ് സോൾട്ടി ലേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും അധികം ലവണത്വമുള്ള തടാകം സാംബാറാണ്. ഞാൻ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ഏതാണ്ട് 1,96,000 ടണ്ണോളം സോൾട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആനുവലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് റംസാർ കൺവെൻഷൻ സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മഹാഭാരതത്തിലൊക്കെ ആരെ മെൻഷൻ ചെയ്തേക്കുന്നു? സാംബാറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാംബാർ ഈസ് ദ മോസ്റ്റ് സോൾട്ടി ലേക്ക് ഇൻ ഇന്ത്യ. ഓർത്തു വെച്ചാൽ മതി, സാംബാറിൽ ഉപ്പുണ്ട്, അതും കൂടെ ഓർത്തു വെച്ചാൽ മതി. സാംബാർ ഈസ് ദ മോസ്റ്റ് സോൾട്ടി ലേക്ക് ഇൻ ഇന്ത്യ. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ ജലാശയം അതും ഏതാണ്? സാംബാറാണ്. മഹാഭാരതത്തിൽ ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തതിലേക്ക് നമുക്ക് പോവാം. 5 സിമ്പിൾ ക്വസ്റ്റ്യനുകൾ. ഒന്ന്, എത്ര നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്? 8 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്. 8 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളാണ്. ഒന്ന് അരുണാചൽ പ്രദേശ് ആണ്. 2 നാഗാലാൻഡ്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര. മേഘാലയ, ആസാം. 7ആയി. മേഘാലയ, ആസാം 7. ഈ 7 സംസ്ഥാനങ്ങളെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നു. ഈ 7 സംസ്ഥാനങ്ങൾ പ്ലസ് സിക്കിം, ടോട്ടൽ അങ്ങനെ 8 സംസ്ഥാനങ്ങളെ ചേർത്താണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ എത്ര നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ് ഉണ്ട്? 8 നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ് ഉണ്ട്. ഓർത്തിരിക്കുക, ഏറ്റവും വലിയ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ്. മറക്കരുത്. 7 സിസ്റ്റേഴ്സ് പ്ലസ് സിക്കിം ആണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും വലിയ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വടക്ക് കിഴക്കൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഏറ്റവും ചെറിയ വടക്ക് കിഴക്കൻ സംസ്ഥാനം സിക്കിമാണ്. എന്നാൽ 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ് തന്നെയാണ്. എന്നാൽ 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് വന്നിട്ട് അത് ആരാ? അത് ത്രിപുരയാണ്. 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ത്രിപുരയാണ്. തെറ്റരുത്. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് സിക്കിമാണ്. എന്നാൽ 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആരാണ്? ത്രിപുരയാണ്. ഓക്കെ, ത്രിപുര ഓർത്തിരുന്നോടാം. ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ആസാമാണ് കേട്ടോ. 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ആരാണത്? ആസാമാണ്. ഓക്കെ, ആസാം ഓർത്തിരുന്നോ, 1 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കുഞ്ഞു ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ പ്രത്യേകത, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ലൈനാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖ അത് ഉത്തരായന രേഖയാണ്. ഇന്ത്യയെ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ആ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ പഠിക്കാനുള്ള കോഡാണ്
രാമജപമി ഗുജത്ര, രാമജപമി ഗുജത്ര. ആരൊക്കെ സംസ്ഥാനങ്ങൾ? 1 രാജസ്ഥാനാണ്, 2 മധ്യപ്രദേശാണ്, രാജസ്ഥാൻ മധ്യപ്രദേശ്, 3 ജാർഖണ്ഡ്, 4 വെസ്റ്റ് ബംഗാൾ, 3 ജാർഖണ്ഡ്, 4 വെസ്റ്റ് ബംഗാൾ, 5 മിസോറാം, 6 ഗുജറാത്ത്, 6 ഗുജറാത്ത്, 7 ഛത്തീസ്ഗഡ്, 8 ത്രിപുര, 8 ത്രിപുര. അങ്ങനെ 8 സംസ്ഥാനങ്ങളുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നു. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന ഇന്ത്യയുടെ ഈസ്റ്റ് മോസ്റ്റ് സ്റ്റേറ്റ് മിസോറാം ആണ്, മിസോറാം. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന ഇന്ത്യയുടെ വെസ്റ്റ് മോസ്റ്റ് സ്റ്റേറ്റ് ആരാണ്? ഗുജറാത്ത് ആണ്. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ മുറിച്ച് കിടക്കുന്ന നദിയാണ് മാഹിയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ ക്രോസ് ചെയ്യുന്ന റിവർ ആരാ? അത് മാഹിയാണ്. ഓക്കെ, മാഹി നദിയാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ പ്രത്യേകത, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു സമയരേഖ എന്ന് നമുക്ക് പറയാം. ദ വൺ ആൻഡ് ഓൺലി ടൈം സോൺ പാസിംഗ് ത്രൂ ഇന്ത്യ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു സമയരേഖയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഉള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ പാസ് ചെയ്യുന്നു? 5 സംസ്ഥാനങ്ങളിലൂടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ പാസ് ചെയ്യുന്നു. ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്ന 5 സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്നു. ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്ന ഉത്തർപ്രദേശിലെ അലഹബാദിലെ മിർസാപൂറിലെ സമയമാണ് ഇന്ത്യയുടെ ലോക്കൽ ടൈമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്ത്യൻ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് മിർസാപൂറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ അതേ സമയമുള്ള മറ്റൊരു രാജ്യം, ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ അതേ സമയമുള്ള മറ്റൊരു രാജ്യം. ഇന്ത്യയുടെ ലോക്കൽ ടൈം, ഇന്ത്യയുടെ പ്രാദേശിക സമയം ഗ്രീനിച്ചിലെ സമയത്തെക്കാളും 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയുടെ പ്രാദേശിക സമയം ഗ്രീനിച്ചിലെ സമയത്തെക്കാളും 5.5 മണിക്കൂർ മുന്നിലാണ്. 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ പ്രാദേശിക സമയം ഗ്രീനിച്ചിലെ സമയത്തെക്കാളും 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ബൗണ്ടറി പഠിച്ചോളാം. അടുത്ത് ബൗണ്ടറി പഠിച്ചോ. ബൗണ്ടറി ഫസ്റ്റ് നോക്കിയാണ് 6 ഡിഗ്രി ചാനൽ ഇന്ദിരാ പോയിന്റിനെയും ഇന്തോനേഷ്യയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. 6 ഡിഗ്രി ചാനൽ കണ്ടോ, വരച്ചേക്കുന്നുണ്ടോ? 6 ഡിഗ്രി നോർത്ത് എന്ന ഈ ലാറ്റിറ്റ്യൂഡ് ആരെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു? ഇന്ദിരാ പോയിന്റിനെ ഇന്തോനേഷ്യ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. 8 ഡിഗ്രി ചാനൽ മാലിദ്വീപിനെ മിനിക്കോയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. 8 ഡിഗ്രി ചാനൽ മാലിദ്വീപിനെ മിനിക്കോയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. 9 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനെ മിനിക്കോയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. 10 ഡിഗ്രി ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. 10 ഡിഗ്രി ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. 10 ഡിഗ്രി ചാനൽ ആരൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു? ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അടുത്ത റാഡ്ക്ലിഫ് ലൈൻ ആണ്. റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ആണ് റാഡ്ക്ലിഫ് ലൈൻ. റാഡ്ക്ലിഫ് ലൈൻ ആരൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ആണ് റാഡ്ക്ലിഫ് ലൈൻ. അവിടെ ഓർത്തിരിക്കുക, റാഡ്ക്ലിഫ് ലൈൻ നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 17-നാണ്. 1947 ഓഗസ്റ്റ് 17-നാണ് റാഡ്ക്ലിഫ് ലൈൻ നിലവിൽ വന്നത്. അത് കഴിഞ്ഞ ഈ ഡിമാർക്കേഷൻ ലൈൻ കമ്മിറ്റിയിലാകെ 5 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 പേരെ നോമിനേറ്റ് ചെയ്തു. മുസ്ലിം ലീഗ് 2 പേരെ നോമിനേറ്റ് ചെയ്തു. ഒരെണ്ണം സാക്ഷാൽ സിറിൽ റാഡ്ക്ലിഫ് ആണ്. അപ്പൊ ഈ ഡിമാർക്കേഷൻ ലൈൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു ഇതിന്റെ ചെയർമാൻ ആയിരുന്നത്. അദ്ദേഹം ഒരു വക്കീലായിരുന്നു. ഓർത്തിരിക്കുക, ജസ്റ്റ് അദ്ദേഹം പ്രൊഫഷണൽ ഹീസ് എ ലോയർ. മക്മോഹൻ ലൈൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ഡ്യൂറൻ ലൈൻ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഡ്യൂറൻ ലൈൻ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനും നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? 10 ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റിവിഷൻ കൊടുത്തു. അപ്പോൾ ഈ മൈക്രോ നോട്ട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മൈക്രോ നോട്ട്സിന്റെ പ്രത്യേകത, ഇപ്പൊ ഗ്രൂപ്പ് ഡി എക്സാം എടുക്കുകയാണ്. GK എത്ര മാർക്കുണ്ട്? GK 20 മാർക്കാണ്. അപ്പൊ അവിടെ ഈ 20 മാർക്കിന് ഒരുപാട് സമയം നമ്മൾ നമ്മുടെ ബാച്ചിനകത്ത് ഇൻഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു റിവിഷൻ എന്ത് വേണം? മൈക്രോ നോട്ട്സ് വേണം. മൈക്രോ നോട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് റിവിഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടത്താൻ പറ്റും. അപ്പൊ എപ്പോഴും ആ ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യും? സിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സിങ്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ കുട്ടികളുടെ 1 മാർക്ക് പോലും പുറത്തു പോകരുത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ബാച്ചസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മൈക്രോ നോട്ട്സ് എന്ന കോൺസെപ്റ്റ്, എനിക്ക് തോന്നുന്നു നമ്മളാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സാധനം തന്നെ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരുപാട് അഭിമാനമുണ്ട്. ഓരോ ദിവസങ്ങളും നമ്മുടെ പിള്ളേർക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ ചിന്ത. അപ്പൊ ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം.
സോ ഉറപ്പ് തരാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളെ കേൾക്കാൻ ഒരാൾ നിങ്ങളുടെ കൂടെ കാണും. ഏറ്റവും മികച്ച ക്ലാസ്, ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് തരും. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ നിങ്ങൾക്ക് നോട്ട്സ് തരും. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് എന്ത് കാണും? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ കാണും. പിന്നെ ഞാൻ കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ 2025 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സർവീസിൽ കയറാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഏറ്റവും മികച്ച സാലറിയാണ്. നിങ്ങൾ സർവീസിൽ കയറുമ്പോൾ 8th പേ കമ്മീഷൻ വരും. അടുത്ത വർഷം 8th പേ കമ്മീഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 40,000 പ്ലസ് നിങ്ങൾക്ക് സാലറി മേടിക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് പോലും എന്ത് ചെയ്യത്തില്ല, അത്രയും സാലറി കിട്ടത്തില്ല. അത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ചാൻസ് വളരെ കൂടുതലാണ്. 2025 അവസാനം തന്നെ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും. ഒരുപാട് കാലം ഒന്നും എന്ത് ചെയ്യണ്ട, കാത്തിരിക്കേണ്ട. അപ്പോൾ മാത്രമല്ല പ്രൊമോഷൻ ചാൻസും ബാക്കി എല്ലാം ഉണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ്സിൽ കാണാം. ഇനി മിസ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. അതിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് മാത്രമൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ റെയിൽവേ എക്സാമുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫുൾ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഈ കൊച്ചു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 10 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുത്തു. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മറ്റേ നമ്മൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഒരുപാട് സമയം വായിച്ചിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 10 മിനിറ്റ് കൊണ്ട് ഈ 10 ടോപ്പിക്കുകൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ റിവിഷൻ കൊടുത്തു. അതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഐഡന്റിഫൈ നിങ്ങൾക്ക് തരാം. അതിനെ റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് മാർക്ക് പോകത്തില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്തിനകത്ത് നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്ത് മുമ്പിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താമസിക്കേണ്ട. ക്ലാസ്സിൽ കാണാം.